ഇന്നത്തെ ദിവസം തുടങ്ങുന്നത് തന്നെ മഴയിലാണ്. രാവിലെ തന്നെ നല്ല ശക്തമായിട്ടുള്ള മഴ, രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ. ഇന്ന് ഞാൻ നല്ല ഒരു അടിപൊളി പയർ കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു കപ്പ് പയർ കഴുകി പ്രഷർ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒരു കപ്പ് പയറിന് ഞാനിവിടെ 3 കപ്പ് വെള്ളവും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കും. ഇളക്കി കൊടുത്ത ശേഷം കുക്കർ മൂടിയിട്ട് ഞാനൊരു 4 വിസിൽ വരെയാണ് ഇത് വേവിച്ചെടുക്കുന്നത്. പിന്നെ ഓരോരുത്തരുടെ കുക്കറിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ ആ വേകുന്ന ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ പൂരി ഉണ്ടാക്കാൻ പോവാണ്. അപ്പം ഞാൻ ഇവിടെ 4 കപ്പോളം ഗോതമ്പ് മാവും 1/2 കപ്പ് റവയും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കും. മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഞാൻ ചപ്പാത്തിക്ക് എങ്ങനെയാണോ കുഴയ്ക്കണത് പച്ചവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് എടുത്തതാണ്, അത് തന്നെയാണ് ഒഴിച്ച് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിച്ചു ഐസ് വാട്ടർ ആണോ നോർമൽ വാട്ടർ ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നോർമൽ വാട്ടറാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ കുഴയ്ക്കുന്നതിലാണ് അതിൻ്റെ പരുവ് ഇരിക്കുന്നത്. അപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 20-25 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം. അപ്പോൾ ഇതിനിടയിൽ നമ്മളുടെ പയർ ഇവിടെ വിസിൽ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളിയും കുരുമുളകും ചെറിയ ജീരകവും ചതച്ചത് ഇതിലേക്ക് ഞാൻ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണേ. എന്നിട്ട് നമുക്കിതിലേക്ക് 2-3 വറ്റൽ മുളക് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കും. അതിന് ശേഷം ഞാനൊരു 4 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവിൻ്റെ പാകത്തിന് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് കറിവേപ്പില ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. അപ്പോൾ തന്നെ നല്ല ഒരു മണം വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു സവാള ഞാൻ ഇതുപോലെ അരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞത് അതുപോലെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കും. അപ്പോൾ ഈ സമയം ഞാൻ ഈ ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളുടെ പയർ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. ഈ ഒരു പരുവത്തിന് വെന്ത് വരണം. അപ്പോൾ കറക്റ്റ് പരുവാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പാകത്തിനുള്ള ഉപ്പ് ഇത്ര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. പൊടികൾ ഇത്രയും മാത്രം മതി കേട്ടോ. പിന്നെ ഞാൻ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കും. എന്നിട്ട് ഏകദേശം ഒരു 3/4 കപ്പ് വെള്ളം ഇതുപോലെ ഒഴിച്ചിട്ടൊന്ന് ഇളക്കിയെടുക്കാണ് കേട്ടോ. അപ്പം ഇത് അതിൽ കിടന്നൊന്ന് വേകട്ടെ, ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. നല്ല ഒരു തിള വരുന്ന ആ സമയത്ത് കണ്ട പെട്ടെന്ന് തിളയ്ക്കും. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. വല്ലാണ്ട് അങ്ങ് തക്കാളി ഉടയാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഈ സമയം നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ചെറുപയർ പരിപ്പ് ഞാൻ ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇത് എല്ലാം കൂടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കും. അപ്പം എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ. പൂരിക്ക് ഞാൻ ഇതുപോലെ ഈ പയർ കറി ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അപ്പോൾ 1 കപ്പോളം വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കും. അപ്പോൾ വെള്ളം കൂടിയിട്ടൊന്നുമില്ല, കാരണം ഇത് നമ്മളിനി അടച്ച് വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ വെച്ച് വേവിച്ചെടുക്കും. 3-4 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇളക്കുമ്പോൾ കണ്ടോ കറക്റ്റ് പരുവാണ്. എല്ലാം നല്ല യോജിച്ച് കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട്. പൂരി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിതേ ഒരു ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ പൂരി ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കത്തില്ല കേട്ടോ. ഈ മാവ് ഇതുപോലെ വീണ്ടും ഒന്ന് കുഴച്ചെടുക്കണം. വെളിച്ചെണ്ണയിൽ നമ്മൾ പൂരി ഉണ്ടാക്കുമ്പം എനിക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ല. ഞാൻ അത് കാരണം വെളിച്ചെണ്ണ ഉപയോഗിക്കാറില്ല. പിന്നെ അതുപോലെ തന്നെ ഇത് ഞാനിപ്പം ചപ്പാത്തി പ്രസ്സിൽ വെച്ചിട്ട് പ്രസ് ചെയ്തെടുക്കണതാണ് കേട്ടോ. ഇത് വളരെ 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 പഴക്കമുള്ള എൻ്റെ ഒരു ചപ്പാത്തി പ്രസ്സാണ് കേട്ടോ. അതിൽ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ഇടുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇളകി കിട്ടും. അപ്പം നമ്മളിത് എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വഴിക്ക് വിടണം. അത് തന്നെ ഒന്ന് മുങ്ങി കുളിച്ച് വന്നോട്ടെ, നമ്മളതിനെ ഡിസ്റ്റർബ് ചെയ്യേണ്ട. കുളിച്ച് പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് പതുക്കെ ഇതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ആഹാര സാധനമായാലും അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കണം. അപ്പോഴേ അവരും പെർഫെക്റ്റ് ആയിട്ട് വരത്തുള്ളൂ. കണ്ടോ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അത് എണ്ണയിൽ നിന്ന് മാറ്റി ഒട്ടും എണ്ണ കുടിക്കുക ഒന്നും ചെയ്യത്തില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഒരു ടിപ്സായിട്ട് നിങ്ങൾ കണക്കാക്കിക്കോളൂ. വെറുതെ ഗോതമ്പ് മാവ് ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എണ്ണ കുടിക്കും. നിങ്ങൾ ഇതുപോലെ റവ കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒട്ടും എണ്ണ കുടിക്കത്തില്ല. ഇതൊക്കെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് തിരിച്ച് മറിച്ചു ഇട്ടെടുക്കണം. അപ്പോൾ ഈ പൂരി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ട ഉടൻ തിരിക്കാനും മറയ്ക്കാനും നിൽക്കരുത്. കുറച്ച് നേരം അതിനൊന്ന് അവിടെ അതിൻ്റെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കണം. എങ്കിൽ മാത്രമേ അത് പിന്നെ നമ്മൾ കോരി പാത്രത്തിലേക്കാക്കുമ്പോൾ താന്നു പോകാതിരിക്കത്തുള്ളൂ. അപ്പോൾ നമ്മളുടെ പൂരി എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ ഒട്ടും എണ്ണ കുടിക്കുക ഒന്നും ചെയ്യത്തില്ല. ആദ്യം പൊരിച്ചതുപോലും പൊന്തിയാണ് നിൽക്കുന്നത്. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരണേ.
കണ്ടോ, എത്ര നേരം കഴിഞ്ഞാലും എൻ്റെ പൂരി നല്ല ഫ്ലഫി ആയിട്ട് തന്നെ ഇരിക്കും. നല്ല മൃദുവാണ്. ഇനി കഴിക്കുന്ന ആൾ പറഞ്ഞ് എങ്ങനെയാണെന്ന്. നല്ല അടിപൊളി. ഈ പയർ കറിയായിട്ട് ഇങ്ങനെ എനിക്ക് തോന്നുന്നു ആരും ഇങ്ങനൊരു കോമ്പിനേഷനിൽ പൂരി ഉണ്ടാക്കില്ല എന്ന് തോന്നുന്നേ. പൂരി ബജിയെന്നാണ് പറയുന്നത്. ഈ ഒരു കോമ്പിനേഷൻ കഴിക്കണവരൊന്ന് പറയണേ. അപ്പം നമ്മളെ പോലുള്ളവരുണ്ടോന്ന് അറിയാമല്ലോ. മോൻ ഇവിടെ എല്ലാം പൊടിയാക്കുമെന്ന് തോന്നുന്നു. ഇല്ലെന്നേ, ഞാനിത് ഒതുക്കി എടുക്കുമ്പോഴാണ് മനസ്സിലായത് എൻ്റെ ഈ ഓവർലോക്ക് മെഷീൻ അതിൻ്റെ ഇടയിൽ ഇരിക്കുന്നത്. ഇപ്പൊ കൊറേ നാളായിട്ട് എടുക്കുന്നില്ല. ഇത് നൂല് ചുറ്റിയെടുക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. അതായത് കണ്ട വിട്ടുപോയി. ഇതൊക്കെ ഇനി ഫിക്സ് ചെയ്തൊക്കെ എടുക്കണം. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിന്ന് ഈസി ആയിട്ടുള്ളത്, കംഫർട്ടായിട്ടുള്ളത് ഇപ്പൊ ഉണ്ട്. ഇത് ഞാൻ അബുദാബിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിന് വലിയ വിലയുള്ള സംഭവമല്ല. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള മെഷീനാണ്. മറ്റേത് നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നതിന് കുറച്ച് വിലയുണ്ട് കേട്ടാ. പിന്നെ ഞാൻ എപ്പോഴും തയ്ക്കണ ആളല്ലാത്തത് കൊണ്ട് ഇങ്ങനെ എടുക്കണമെന്നേ ഉള്ളൂ. പിന്നെ അതുപോലെ ഇന്നലെ ഞാന് നമ്മളുടെ ആ ഊഞ്ഞാലിന് എന്താണ് പേരെന്ന് ചോദിച്ചിരുന്നില്ലേ? അപ്പൊ എന്റെ അടുത്ത് കുറേ പേര് അതിന്റെ ആൻസർ. അപ്പൊ എനിക്ക് ഈ ഹാമോക്ക് എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ അത് എന്റെ മനസ്സിൽ എന്ന് വെച്ചാൽ ഹാമോക്ക് എന്ന് പറയുമ്പോ മറ്റേ കിടക്കുന്ന നമ്മൾ ഈ റിസോർട്ടിലൊക്കെ കാണുന്നത്, ബീച്ചിലൊക്കെ ഇങ്ങനെ കെട്ടിയിടുന്ന ആ സംഭവമാണ് ഹാമൊക്കായിട്ട് ഞാൻ വിചാരിക്കും. പക്ഷെ ഇന്നലെ ആൻസർ തന്നപ്പോഴേക്കും കുറെ പേര് ഇങ്ങനെ നമ്മളുടെ ആ ഊഞ്ഞാലിന് ഈ തൂങ്ങി കിടക്കുന്നതിനെല്ലാം ഇങ്ങനെ ഉദ്ദേശിച്ചാണ് പറയുന്നത് ഹാമോക്ക് എന്ന് പറയുന്നത്. അത് ഊഞ്ഞാല് കാണും, കസേര പോലെ കാണും, കിടക്കുന്ന. അപ്പൊ എനിക്കത് അറിയാത്തോണ്ട് എക്സാക്ട്ലി അതിന്റെ പേര് ഇന്നലെ കണ്ടതിന്റെ പേര് അറിയാനാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചത്. അപ്പൊ എല്ലാവരും പല ആൻസർ പറഞ്ഞു. ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് ആൾക്കാർ പറഞ്ഞു. നീ ഇതൊക്കെ വെച്ചോണ്ടിരുന്ന പോണ്ടേ, പുറത്തു പോണ്ടേ? അതാണ് പുറത്തു പോണെന്ന് പറയുമ്പോഴേ എന്താ അറിയോ, ഗേറ്റ് ലൈറ്റ് നമ്മൾ വാങ്ങിച്ചിട്ടില്ലായിരുന്നു. പല ലൈറ്റ് നോക്കി നോക്കി ഗോപുരം പോലുള്ളത് മറ്റേത് മറിച്ചത്. നമ്മുടെ ഇവിടെ എന്തറിയോ, പല വീടുകളിൽ നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ നോക്കിയാൽ മനസ്സിലാവും ഒരേ ടൈപ്പിലുള്ള ഗേറ്റ് ലൈറ്റുകളെ ഉണ്ടാവത്തുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞു കാസ്റ്റ് ചെയ്യേണ്ടത് മതി. സ്ക്വയർ പോലുള്ള അല്ലെ നമ്മള് അവിടെ വെച്ചിരിക്കുന്നത്. മിക്കവാറും പേരുടെ വീട്ടിൽ കാസ്റ്റ് ചെയ്യേണ്ട ആ ഒരു ഇത് കാണും. ഞാൻ പറഞ്ഞു കാസ്റ്റ് ചെയ്യേണ്ട മതി, അതാകുമ്പോ പ്രശ്നമില്ലല്ലോ, മഴ നനഞ്ഞാൽ. പക്ഷെ ഈ ആഴ്ച വരുന്നല്ലേ പറഞ്ഞത്. അതൊന്ന് നോക്കാൻ പോണം. പിന്നെ അങ്ങനെ 1-2 പണികളാണ് ഉള്ളത്. പിന്നെ ഉള്ളത് എന്റെ അടുത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചിരുന്നില്ലേ ടേബിളില് എന്ത് ചെയ്യണം എന്ന്, ഡൈനിങ് ടേബിളിൻ്റെത്. അപ്പൊ കുറെ പേരെന്റെ അടുത്ത് പറഞ്ഞു ഗ്ലാസ് എടുത്താന്ന് പറഞ്ഞു. കുറെ പേരുണ്ട്, മറ്റ് ചിലരെന്റെ അടുത്ത് പറഞ്ഞു ഗ്ലാസ് ഇടണ്ട, ഇത് റണ്ണിങ് മാറ്റ് ഇടാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ നോക്കിയപ്പോഴേക്ക് ശരിയാണ്, ഒരുപാട് പേര് പറഞ്ഞു ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ടേബിളിന്റെ ഭംഗി നഷ്ടപ്പെടും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ച് എന്തായാലും ഗ്ലാസ് ഇടുന്നില്ല. അപ്പം ബാക്കി എന്താണ് ചെയ്യേണ്ടത്? അതിന് ഞാൻ വരത്തില്ല. നീ കടകോ കേറി തെണ്ടി നടക്കുന്നത് എനിക്ക് പറ്റൂല. നിസാർക്ക് ഇങ്ങനെയാണ്. ഞാൻ ഗ്ലാസ് ഇടാം, ഞാൻ ലൈറ്റ് നോക്കാൻ വരാം കൂടെ. നിസാർക്ക് ഇങ്ങനെയാണ് കേട്ടോ. ബാക്കി എല്ലാത്തിനും പറയും നിനക്ക് സ്കൂട്ടർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ കാർ എടുത്തിട്ട് നീ പോയി നോക്കെന്ന് പറയും. ഞാൻ അവിടെ ചെന്ന് നോക്കി ഫിക്സ് ചെയ്ത ശേഷം നിസാർക്കായി അറിയിക്കുകയാണ് ചെയ്യണത്. അപ്പൊ നിസാർക്ക വന്ന് വാങ്ങിക്കേണ്ടാണെങ്കിൽ വന്ന് വാങ്ങിക്കാം, അല്ലെങ്കിൽ ഞാൻ വാങ്ങിച്ചിട്ട് വരും. അപ്പൊ എന്തായാലും ഇന്ന് നമ്മളുടെ ടേബിളിനുള്ള സംഭവം ഇത് ഒതുക്കുന്നെങ്കിൽ ഒരു 3-4 ദിവസം വേണ്ടി വരും. സത്യം എന്താ അറിയോ, നമ്മളുടെ ഞാനിങ്ങനെ ഈ ഓരോന്ന് കണ്ട് ഇതൊന്നും ഇപ്പോഴത്തെ ഒന്നും അല്ല കേട്ടോ, വളരെ സൗദി അറേബ്യ മുതലുള്ള സംഭവങ്ങളുണ്ട് ഇതെല്ലാം. പക്ഷെ ഡാഡി എന്താണ് ഇതിന്റെ വില? ഇത് 110 ഇപ്പോഴും ഉണ്ട്. ഇത് കണ്ട 106 റിയാലാണ് ഈ ഒരു കപ്പിന്റെ വില എന്ന് പറയുന്നത്. കണ്ടോ, അടിപൊളി കപ്പല്ലേ. ഇങ്ങനെ കണ്ടപ്പോ നിസാർക്കാക്ക് ഇഷ്ടം തോന്നി. നിസാർക്ക് അങ്ങനെ ഇങ്ങനെ വാങ്ങിക്കുന്ന ഒരാളൊന്നും അല്ല കേട്ടോ, ഞാനാണ് ഇങ്ങനെയൊക്കെ വാങ്ങിക്കുന്നത്. പക്ഷെ ഇത് നിസാർക്കാക്ക് ഭയങ്കര ഇഷ്ടം തോന്നി വാങ്ങിച്ചൊരു കപ്പാണ്. അപ്പോ ഇങ്ങനെയൊക്കെ സത്യം ഇതൊക്കെ അടുക്കി പറക്കി എടുക്കാൻ സമയം എടുക്കുന്ന ഒരു 3 കബോർഡിൽ കൊള്ളുന്ന സാധനങ്ങൾ ഇതിന്റെ അകത്തുണ്ട്. അപ്പൊ വീഡിയോ ചെയ്യണത് കൊണ്ട് തന്നെ ഞാൻ ഇതെല്ലാം ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. കാണുന്ന അപ്പോഴും വാങ്ങിച്ച് ഇങ്ങനെ വെക്കും. ഇത് അടിവശം തുറക്കണ്ട, ചിലപ്പോ മറിഞ്ഞു വരും. എനിക്ക് കുമ്പിട്ട് അത് നിന്ന് തരും. അപ്പൊ ഇങ്ങനെ വാചി ഓടിച്ചോണ്ട് നിന്നാലേ ശരിയാവത്തില്ല. പെട്ടെന്ന് റെഡിയാവാനുള്ള പരിപാടി നോക്കാം. ഇതൊന്ന് ഞാൻ തുടച്ച് മാറ്റിക്കോട്ടെ. ഇപ്പം നമ്മൾ വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഇതാ കണ്ട കാർമേഘം മൂടിക്കെട്ടി നിൽക്കുകയാണ്. ഇപ്പം മഴയും ഇടയ്ക്കൊരു വെയിലും അങ്ങനെയൊക്കെ ഒരു ക്ലൈമറ്റാണ് കേട്ടോ. ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച മുതലാണ് ഈ ക്ലൈമറ്റ് ഒന്ന് ചേഞ്ച് ആയത്.
ഒരു മോഡലുണ്ട്, ഈ ഒരു മോഡലുണ്ട്. ഇത് മതി കേട്ടോ നമുക്ക്. ഇതും കൊള്ളാം. പലതുമുണ്ട്, പല ടൈപ്പ് ഉണ്ട്. ഒരുപാട് ഇരിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ കൺഫ്യൂഷനാണ്. ഇത് ഫൈനലൈസ് ചെയ്തു. ഇത് വാം ലൈറ്റും ബ്രൈറ്റ്, വൈറ്റ്, വാം വൈറ്റ്, ന്യൂട്രൽ വൈറ്റ്. കത്തിച്ച് കാണിക്കുവാണ്. നമുക്കിത് വാഷ് ബേസിൻ്റെ മുകളിൽ കൊടുക്കാനാണ്. അപ്പോൾ 3 ലൈറ്റ് ഉണ്ടെന്നാണ്. 3 മതി. അപ്പോൾ വീട്ടിൽ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ ലഞ്ച് ഉണ്ടാക്കാനായിട്ട് പോണ്. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് റണ്ണിങ് മാറ്റ് വാങ്ങിക്കാൻ ഞാൻ മാത്രമാണ് പോണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ചാനൽ കാണുമ്പോൾ തോന്നും ഇവർക്ക് എപ്പോഴും തീറ്റയും കുടിയേ ഉള്ളൂ എന്ന് തോന്നും. എൻ്റെതൊരു കുക്കിംഗ് ചാനലാണെന്നുള്ള കാര്യം നിങ്ങൾ ആരും മറക്കരുത്. അപ്പോൾ എനിക്ക് അതിന് ഇമ്പോർട്ടൻ്റ് വളരെ വലുതാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ മാതിരി ഇങ്ങനെ കാണിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ഈ പറഞ്ഞുകൂടാത്തവർക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ ഉണ്ടാക്കിയെടുക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാൻ ബീഫ് കഴുകി വൃത്തിയാക്കി എടുത്തതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും കുരുമുളക് ചതച്ചത്, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, ഒരു സവാള, പാകത്തിനുള്ള ഉപ്പ്, കുറച്ചധികം കരിവേപ്പില എല്ലാം ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. വെള്ളം ഒട്ടും ചേർക്കത്തില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒരുപാട് പ്രാവശ്യം കാണിച്ചുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ പറയാത്തത്. അപ്പോൾ എന്നിട്ട് ഇത് അടച്ചിട്ട് വെയിറ്റ് ഇട്ടിട്ട് ഒരു 6 വിസിൽ വരെ വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ നമ്മളുടെ സെല്ല റൈസ് ഞാൻ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം തിളയ്ക്കുമ്പോഴേക്കും ഞാൻ വിചാരിച്ചു ഇന്നൊരു മന്തി റൈസ് ഉണ്ടാക്കാമെന്ന്. ഇറച്ചിയൊന്നും ഇല്ലാത്ത മന്തി റൈസ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മന്തി മസാലപ്പൊടി ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. അതും ഇതിനു മുൻപ് കാണിച്ചിട്ടുണ്ട്. അതിലേക്ക് ചിക്കൻ ക്യൂബും ഇതുപോലെ കറുത്ത ലെമൺ, ഉണങ്ങിയ ഡ്രൈ ലെമണും, പട്ട, മല്ലി, കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ചതച്ചതും ഒക്കെ ഇട്ടിട്ട് എടുക്കുകയാണ്. പിന്നെ ഇതൊക്കെ ട്രഡീഷണൽ രീതിയാണോ എന്ന് ചോദിച്ചാൽ അല്ല കേട്ടോ. അപ്പോൾ ട്രഡീഷണൽ രീതിയിലുള്ളത് ഞാൻ അങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഇവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഓരോന്ന് ആ ഒരു ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അല്ലാതെ എല്ലാം നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാവൂ, അങ്ങനെ ഉണ്ടാക്കിയാലേ അത് ശരിയാവൂ എന്നൊക്കെ ഉള്ള ധാരണകൾ തെറ്റാണ്. ആ സമയം കൊണ്ട് നമ്മളുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഒട്ടും വെള്ളം ഞാൻ ചേർത്തിട്ടില്ലായിരുന്നു. അത് ആ ചാറുള്ളത് അതിൽ നിന്ന് ഊറി വന്ന ആ ഒരു ചാറാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ ദിവസമായിട്ട് സുൽത്താൻ പറയുന്നുണ്ട്, ഉമ്മ ഒന്ന് ബീഫ് വരട്ടിത്തരുമെന്ന്. ഞാനാണെങ്കിൽ എപ്പോഴും ഇപ്പോൾ ഈ അടുത്ത് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ശരി അവർക്ക് ബീഫ് വരട്ടി കൊടുക്കാമെന്ന്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു പാനിലേക്ക് ഇട്ടിട്ട് കുറച്ചധികം കറിവേപ്പില ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി എടുത്താണ് നമ്മളിത് വരട്ടിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ എനിക്ക് ഇതുപോലെ ഞാൻ ഒറ്റയ്ക്ക് പുറത്ത് പോകേണ്ട ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇവർക്ക് ഇഷ്ടപ്പെടുന്ന ആഹാരം ഉണ്ടാക്കി വെച്ചിട്ടൊക്കെയാണ് പോണത് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ കടമ, കർത്തവ്യം ഇതൊക്കെ നിറവേറ്റിയിട്ടേ ഞാൻ എന്ത് കാര്യം അന്വേഷിക്കാനായിട്ട് പോകത്തുള്ളൂ. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ചോറ് ഊറ്റിയെടുത്തു. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറച്ചധികം കാഷ്നട്ട് ഇടാണ്. നിങ്ങൾ എവിടെയെങ്കിലും മന്തി റൈസിൽ കാഷ്നട്ട് കണ്ടിട്ടുണ്ടോ? ഇവിടെ നിസാർക്കാക്ക് കാഷ്നട്ട് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാനിത് കാഷ്നട്ട് ഇട്ടിട്ട് ഈ ഊറ്റിയ റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. അപ്പോൾ ഒരു കളറിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് പെർമിറ്റഡ് ഫുഡ് കളറ് ഓറഞ്ച് ഒരു 2 ഡ്രോപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യുമ്പോൾ ഇതൊക്കെ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഞാൻ ഇങ്ങനെയാണ്, ഒന്നും ഒരേപോലെ എപ്പോഴും ചെയ്യത്തില്ല. എൻ്റെ മൂഡനുസരിച്ച് ഞാൻ ഇതുപോലെയൊക്കെ പല കാര്യങ്ങളും ചെയ്യും. പക്ഷെ നല്ല ടേസ്റ്റി ഫുഡ് തന്നെ ആയിരിക്കും കേട്ടോ. കാരണം നമ്മൾ മനസ്സിൽ നമ്മളുടെ ഇഷ്ടത്തോടു കൂടി, നമ്മൾ തൃപ്തിയോടുകൂടി എന്ത് ആഹാരം ഉണ്ടാക്കിയാലും അത് പെർഫെക്റ്റ് ആവും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് ശരി തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ ഫുഡെല്ലാം ഉണ്ടാക്കി. അപ്പം ഇതിനൊരു ആ ഒരു സ്മോക്കി സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചാർക്കോൾ കത്തിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കത്തിച്ച ചാർക്കോൾ ഞാൻ ഒരു ചെറിയൊരു ബൗൾ എടുത്തിട്ട് അതിനുള്ളിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് അടച്ച് മാറ്റി വെക്കുക. അപ്പോൾ നമ്മളുടെ ആ ഒരു റൈസ് എടുക്കുമ്പോൾ നല്ല ഒരു സ്മോക്കി സ്മെല്ലായിരിക്കും. അപ്പോൾ കണ്ട, ഇത് ഇങ്ങനെ വരട്ടിയാണ് ഞാൻ എടുക്കണത്. അപ്പോൾ ഇതുപോലെ ഞാൻ ഈ പറഞ്ഞ മാതിരി ഇവരുടെ കാര്യങ്ങൾക്കൊന്നും ഒന്നും വരുത്താത്തത് കൊണ്ട് മാത്രമാണ് നിസാറിക്ക എന്നെ ഒരു കാര്യത്തിനും തടസ്സം നിൽക്കാത്തത് കേട്ടോ.
അപ്പം ഇതൊക്കെ നമ്മൾ എന്ത് പറയാൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പോൾ ഊണ് കഴിച്ച് ഞാൻ കടകളിൽ പോയി. എൻ്റെ പരിപാടി ഇതായിരുന്നു. ഫൈനലി എനിക്ക് ഇത് കിട്ടി. പലരും എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ നിങ്ങളുടെ അടുത്ത് അഭിപ്രായം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ഭംഗി പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ടേബിൾ റണ്ണർ വാങ്ങി വെച്ചു. കണ്ടോ, ഹാൻഡ്ലൂമിൽ നിന്നാണ് കേട്ടോ ഞാൻ വാങ്ങിയത്. പക്ഷെ അവിടെ ഒരുപാട് സെലക്ഷൻ ഒന്നും ഇല്ലായിരുന്നു. എനിക്ക് അതിശയം തോന്നിയൊരു കാര്യമുണ്ടെന്നേ, ഞാൻ പാർത്താസി ചെന്നപ്പോഴേക്കൊണ്ടില്ല, പാർത്താസി കാലിയായിട്ടിരിക്കുന്നു. പണ്ടത്തെ നമ്മളുടെ തിരുവനന്തപുരത്തിന്റെ ഏറ്റവും അല്ലേ സ്ഥലമാണ് പാർത്താസി. സുൽത്താനെ ബെസ്റ്റ് കളർ സെലക്ട് ചെയ്തത് ഭയങ്കര സെലക്ഷനാണ്. ഞാൻ ഹാൻഡ്ലൂം ഹൗസിലാണേ പോയത്. അവിടെ പോയിട്ട് നോക്കിയപ്പോഴേക്കൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതും ഡിസൈൻ ഇങ്ങനെ വരുന്നത് ഈ ഒരു കളറേ ഉണ്ടായിരുന്നല്ലോ. ബാക്കിയൊക്കെ സെന്ററിലൊക്കെ ഡിസൈൻ വന്നിട്ട് എനിക്കത് ഇഷ്ടമല്ല. വേറെ കളർ ഒന്നും ഇല്ല. വേറെ ഒരു ഷോപ്പിൽ ഇവിടെ ഇല്ലാന്നേ. ഞാൻ കുറെ നോക്കി. അപ്പോ ഞാൻ വിചാരിക്കുന്നത് അറിയോ, നമ്മുടെ ഇത് കാണുന്ന വ്യൂവേഴ്സ് ആരെങ്കിലും ബോംബെയിലൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഒരു റണ്ണിങ് ഇത് ഉണ്ടെങ്കിൽ ഒരു 6 മീറ്ററിൻ്റെത് ഞാൻ പേയ്മെന്റ് അല്ല സോറി 6 ഫീറ്റിൻ്റെത് പേയ്മെന്റ് ഞാൻ ചെയ്യാൻ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഓൺലൈൻ ലിങ്ക് തന്നാലും മതി. അത് തന്നെ, നിങ്ങൾ അവിടെ ഉള്ള ഓൺലൈൻ ലിങ്ക് നമുക്ക് ഇവിടെ ഒന്നും പറ്റില്ല. നമുക്ക് അറിയത്തില്ല സാധനം ഇങ്ങനെ എന്താ അറിയോ, നോർത്തിലൊക്കെ ആവുമ്പോഴേക്ക് നല്ല സാധനങ്ങൾ കിട്ടും. പക്ഷെ എനിക്ക് ഇവിടെ കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ട് ഉള്ളതിൽ നല്ലത് തൊമ്മൻ എന്നുള്ള മട്ടിൽ ഞാൻ എടുത്തന്നേ ഉള്ളൂ. ഇത് കണ്ടോ, ഓക്കെ, ഒരു വഴിക്ക് വിടാൻ കൊള്ളാം. ഇതേതാ ഈ കളറും ഈ ബ്രാസ് ഒക്കെ കാണുമ്പോഴേ ഏതാ ഒരു കൊട്ടാരത്തിൽ ഇരിക്കുന്നതല്ലേ പ്രതീതി. ഇനി 2 ക്യാൻഡിൽ ഇങ്ങനെ അപ്പുറം ഇപ്പുറം ഒക്കെ കത്തിച്ച് വെച്ച് വഴിയെ ഞാൻ ഇതൊക്കെ ചെയ്ത് കാണിക്കാൻ കേട്ടോ. ഇത് ബ്രാസാണ്. അപ്പൊ നമ്മള് ഉദ്ഘാടനം ചെയ്യുവാണ്. പുറത്തുനിന്ന് അങ്ങനെ നമ്മള് ഉദ്ഘാടനം നടത്തിയിരിക്കുകയാണ്. എനിക്കിഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഇതിപ്പോ കഴിക്കത്തില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നെ. അങ്ങനെയുണ്ട്, ഉണ്ടാക്കിയതാണ്. ടേസ്റ്റ് പറയാം.